എൻ്റെ ഈ വലത് കയ്യിലിരിക്കുന്നത് ഒരു 8 ഗ്രാം സ്വർണ്ണമാണ്. ഈ കയ്യിൽ കുറച്ച് പണവും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കാലത്ത് ഇത്രയും പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറഞ്ഞത് 1 സെൻറ്റ് സ്ഥലം വാങ്ങാമായിരുന്നു. ഇന്ന് ഈ പണം കൊടുത്താൽ ഈ ഒരു കുഞ്ഞൻ മോതിരം പോലും വാങ്ങാൻ പാടാണ്. അതെ, ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 1 പവന് 1 ലക്ഷം കടന്നു. കുറച്ച് മാസങ്ങളായി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് 1 ലക്ഷം കടക്കുന്നതെന്ന്. അപ്പോൾ ഇത് കണ്ട് നെഞ്ചിടിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ? കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ, ഭർത്താവിനോട് ചേട്ടാ പുതിയൊരു മാല മാറിയൊന്ന് വാങ്ങിയാലോ എന്ന് ചോദിക്കാൻ നിൽക്കുന്ന ഭാര്യമാർ, അങ്ങനെ പലർക്കും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് ഒരു ആഭരണം മാത്രമല്ല, അതൊരു വികാരമാണ്, അതൊരു സമ്പാദ്യമാണ്. എന്നാൽ ഇന്ന് ആ വികാരത്തിൻ്റെ വില പവന് 1 ലക്ഷം രൂപ എന്ന ചരിത്രപരമായ അക്കത്തിൽ എത്തി നിൽക്കുകയാണ്. 1 പവൻ വാങ്ങാൻ ഇനി 1 ലക്ഷം നൽകണം. ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? വിവാഹം നിശ്ചയിച്ചവർ എന്ത് ചെയ്യണം? നിക്ഷേപകർക്ക് ഇത് ലാഭമാണോ? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. സത്യത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതോ ഇത് നമ്മൾക്ക് പറ്റിയൊരു നല്ല അവസരമാണോ? അതും നമുക്കൊന്ന് നോക്കാം. നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോവാം. ഏതാണ്ട് 2000 കാലഘട്ടത്തിൽ 1 പവൻ സ്വർണത്തിന് വെറും 4000 രൂപയായിരുന്നു. 2010 അത് 12000 മാറി. ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് അത് 1 ലക്ഷത്തിലേക്ക് വന്ന് മുട്ടി നിൽക്കുകയാണ്. അതായത് അന്ന് വാങ്ങിച്ചു വെച്ച ആ സ്വർണം ഇന്നും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വർണം വെറുതെ ഇരുന്നപ്പോൾ കൂടിയത് സ്വർണത്തിന്റെ വിലയല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലെ രൂപയുടെ മൂല്യം കുറഞ്ഞതാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യവും തമാശയും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഒരു ശരാശരി കല്യാണത്തിന് പെൺകുട്ടിക്ക് കുറഞ്ഞത് 20 പവൻ സ്വർണ്ണമെങ്കിലും ഇടാറുണ്ട് അല്ലേ? ശരാശരിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ 20 × 1 ലക്ഷം കണക്കൂട്ടാൻ വളരെ എളുപ്പമായിരിക്കുകയാണ്. 20 ലക്ഷം രൂപ. അത് സ്വർണത്തിന് മാത്രമാണെന്ന് ഓർക്കണം. പണിക്കൂലിയും GSTയും വേറെ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ പാവപ്പെട്ട രക്ഷിതാക്കൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ അല്പം സ്മാർട്ടായി പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ അങ്ങ് പാനിക്കാകരുത്. വില ഇനിയും കൂടുമോ എന്ന് പേടിച്ച് ഇപ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടുന്ന വണ്ടിയും പിടിച്ച് ജ്വല്ലറിയിൽ പോയി കടം വാങ്ങിയ പണം കൊണ്ട് ഉള്ള സ്വർണ്ണമൊക്കെ വാങ്ങിക്കൂട്ടിയാൽ അങ്ങനെ ചെയ്യരുത്. വിപണിയിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നാളെ ഒരുപക്ഷെ ഈ സമയത്ത് വില താന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആഭരണമായിട്ട് വേണ്ട നിക്ഷേപമായിട്ട് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടുകൾ നോക്കുക. പണിക്കൂലി ലാഭിക്കാം. അത് സുരക്ഷിതമായ നിക്ഷേപവും തന്നെയാണ്. സ്വർണ്ണവില ഇനിയും കൂടുമോ അതോ കുറയുമോ എന്നത് പ്രവചനാതീതമാണ്. ആർക്കും ഇപ്പോൾ പറയാൻ പറ്റില്ല. എങ്കിലും 1 ലക്ഷം എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഖ്യയാണ്. കാരണം മലയാളിയാണ് ഇത്രയധികം സ്വർണം അവന്റെ വിവാഹ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ വിൽക്കണോ? വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു വിവാഹ ആവശ്യത്തിനാണ് വാങ്ങുന്നതെങ്കിൽ വില ഇനിയും കൂടുമോ എന്ന് പേടിച്ച് ഒന്നിച്ചു വാങ്ങാതെ കുറച്ചായി വാങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുള്ള ജ്വല്ലറികളുടെ സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇനി മറ്റൊരു സാധ്യത പറയാം. നിങ്ങളുടെ കയ്യിൽ പഴയ ഉപയോഗിക്കാത്ത സ്വർണ്ണാഭരണങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ ലക്കി. അത് വിൽക്കാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ പറ്റിയ ഏറ്റവും മികച്ച സമയമാണിത്. പഴയ ഫാഷൻ മാറ്റി പുതിയതാക്കാൻ ഇതിലും നല്ല സമയം ഇനി കിട്ടാനില്ല. എന്തായാലും കേരളത്തിലെ വിവാഹ വിപണിയെ ഇത് വളരെ സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പാവപ്പെട്ട കുടുംബങ്ങളുടെ ബജറ്റ് താളം തെറ്റാൻ പോകുന്നു. ഏതാണ്ട് 50 പവൻ വാങ്ങിയ സ്ഥാനത്ത് വിവാഹ കാര്യങ്ങൾക്കായിട്ട് 20 പവനിലേക്ക് അവർക്ക് ചുരുങ്ങേണ്ടി വരുന്നു. ആഭരണങ്ങൾക്ക് പകരം മറ്റു നിക്ഷേപങ്ങളെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ 1 പവന് 1 ലക്ഷം എന്നത് ഒരു തുടക്കം മാത്രമാണോ അതോ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കുമള പോലെയാണോ? പലർക്കും ഓരോരോ അഭിപ്രായമായിരിക്കും അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായി സ്വർണം വാങ്ങിയത് എന്നാണെന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് വാങ്ങിയപ്പോൾ 1 പവന്റെ വില എന്തായിരുന്നു? താഴെ കമന്റ് ചെയ്യാം. ആർക്കാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടിയതെന്ന് നമുക്കപ്പോൾ നോക്കാമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്വർണം വാങ്ങാൻ പ്ലാനുള്ള സുഹൃത്തിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.